നല്ല രസമുണ്ട്. ഡാമിന്ന് വരുന്ന വെള്ളം നല്ല വെള്ളം അല്ലേ? അത് ഇഷ്ടംപോലെ. ഇവിടെ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല, ഒക്കെ പുലി ഇറങ്ങൂത്രേ. നല്ല നല്ല തണുപ്പുണ്ട്. അപ്പൊ രാത്രി എന്തായിരിക്കും അല്ലേ? ഡാമത്തെ വെള്ളമാണ്, നിറയെ വെള്ളമുണ്ട് അല്ലേ? ഡാം എവിടെയാ? നമ്മൾ പോകുന്ന അവിടെ കുറേ ദൂരം പോണം അല്ലേ? ആ ഡാമത്തെ വെള്ളം ഇത്ര സ്ഥലത്ത്. ഞാന് അച്ചു ചെറുതായിരിക്കും വന്നത് അവിടെ. പിന്നെ അച്ചു 2 വയസ്സായിരിക്കും അച്ചുവിന്. നമുക്കിതൊക്കെ വലിയ സംഭവം. പ്രകൃതി പടച്ചു ഇത്രയും മനോഹരമായി പഠിപ്പിച്ചിട്ട് ഇത് കാണാന്ന് പറയുമ്പോ അതൊന്നും വേണം. പിള്ളേര് ഇവിടേക്ക് വൈകുന്നേരം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അടുത്തൊക്കെ ആണെങ്കിൽ ഡെയിലി വരും. അത് കറങ്ങാൻ പോവാ. ഇപ്പൊ നമ്മള് ജസ്റ്റ് എപ്പോഴെങ്കിലും വരുന്നതിനാണ്. ഇപ്പൊ ഇത് എത്ര പൈസ? ഇപ്പൊക്ക് 1500 രൂപകളായി ഇപ്പൊ അതൊക്കെ കയറുമ്പോഴത്തേനും. കാടിന്റെ അകത്ത് എന്തൊക്കെയാ സെറ്റപ്പ് അല്ലേ? നമ്മളിത് കാടാണെന്ന് തോന്നില്ല ഇവിടെ വന്നേ. ഇവിടെ കൊറേ ആൾത്താമസുണ്ട്, വീടുകളൊക്കെ. ഡ്രസ് അങ്ങനത്തെ ഇട്ടിക്കണല്ലേ? കുട്ടികൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കാട്ടിനകത്ത്? അടിപൊളി. പക്ഷെ ഇവിടെ ഇറങ്ങി നിങ്ങൾക്ക് കളിക്കാമല്ലേ? ഇവിടെയുള്ള പിള്ളേർ കളിക്കാം. ഒരുപാട് കുട്ടികളുണ്ടല്ലേ അപ്പുറത്ത്, കണ്ടില്ലേ? അത് നോക്ക്, പുല്ലുകൊണ്ട് ഇത് കെട്ടി കൃഷി ഉണ്ട്. ഓ കല്യാണം കഴിഞ്ഞതാ. ഓ നല്ല ഭംഗിയുണ്ട് അല്ലേ? ആ അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞതാ. ഫുള്ള് ചളിയായി നേരത്തൊക്കെ. ഫുട്ബോൾ കളിച്ചിട്ടില്ലേ? ഇതേ കൊരങ്ങിരിക്കണ മേലെ. അവിടെ ഇരിക്കണോക്കെ ഒരാള് ഇക്ക അതിരിക്കണോക്കെ തൂടി പിടിച്ചിട്ട്. ഇതാണ് ഇവിടുത്തെ പോകുന്ന ബസ് അല്ലേ? ഇതിലാണ് നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് വീടുകളാണക്ക താമസിക്കുന്നത്. ക്വാർട്ടേഴ്സിലാണ്. കണ്ട നമ്മളിപ്പോ എവിടെയുള്ളത്? പറമ്പിക്കുളത്തുള്ള. ഇത് ഈ ഡാമിന്റെ പേരറിയില്ല അല്ലേ? അതെ, പേരെന്തോ പറഞ്ഞു, ഓർമ്മയില്ല, മറന്നുപോയി. എന്ത് നല്ല തണുപ്പ്. സ്റ്റേ എവിടെ? അവിടെ അല്ലേ? ഇത് അവിടെയൊക്കെ സ്റ്റേ ഉണ്ട് ആൾക്കാർ. മിസ്സായി പോയില്ലേ നേരത്തെ. ഇതായി നമുക്ക് കുരങ്ങൻ്റെ കൂടെ പോയിട്ട് ഒരു സെൽഫി എടുത്താലോ? അതെനിക്കറിയാൻ പോകുന്നു. കാരണം അവിടെ പോയപ്പോഴേ പിള്ളേർ നേരം വൈകി ഇറങ്ങിയതോട്ട് എന്തായി? വൈകുന്നേരത്തെ നല്ല
തിരിച്ചു വരുമ്പോ ഇരുട്ടാവുമ്പോ കുറച്ച് ഇതാണ്, പക്ഷെ ഇപ്പൊ കാണുന്ന ഈ ഒരു ഇതുണ്ടല്ലോ. ആ ഇതാണ് പറമ്പിക്കുളം ഡാം. ഇത് അവിടെയൊക്കെ മീൻ പിടിക്കുന്നുണ്ട. നല്ല വെയിലുണ്ട്. അതില് സ്ത്രീകളും ഉണ്ടല്ലേ മീൻ പിടിക്കാൻ. അതെന്തിനാ അവര് അപ്പുറത്ത് എന്ത്? ആ ഇവിടെ നീ ചെറിയ ചെറിയ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേജാണിത്. കണ്ടോ, മുളൻ്റെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിവിടുത്തെ ഒരു ചെറിയ ടൗണാണ്. ചായയൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ വരണം. പിന്നെ ബാത്റൂം പോകാനും ഫുഡ് കഴിക്കാൻ എല്ലാത്തിനുള്ളൊരു സൗകര്യം ഇവിടെ ഈ ഒരു ടൗണിലുണ്ട്. ചെറിയ ടൗണാണ്, വലിയ ടൗണൊന്നുമല്ല. അവിടെ ഒരു 3-4 ഹോട്ടൽ, തട്ടുകടകൾ, ഇതേ ബാത്റൂമിന് വേണ്ടിയിട്ട് ഇതാ ആ ഒരിത്, അങ്ങനെയുള്ള ചെറിയ ചെറിയത്. ഇതവിടെ മയിലുകൾ വന്ന് നിൽക്കുന്നുണ്ടോ, 3-4 മയിലുണ്ട് അവിടെ. ഇത്ര നേരം ഇവിടെ അരിപ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ, പറന്നുപോയി നമ്മളെ കണ്ടപ്പോൾ. ഹർഷാനെ കണ്ടപ്പോൾ ഹർഷാനത്ത് ഭയങ്കര കൂട്ടുപാടി. ബാ ഇവിടെ ഒന്ന് കിടന്നു, വാ ബിസ്ക്കറ്റ് വാങ്ങി തരാം. വാ ഉണ്ട് ഉണ്ട്, അവിടെ പോയി ചെറിയ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടോ മോനെ, വേമ്പ 10 രൂപ കൊടുക്കും. അവിടെ ഇരുന്നോ കേട്ടാ, ബിസ്ക്കറ്റ് ഇപ്പൊ കൊണ്ടുതരാം കേട്ടാ. അവിടെ ഇരുന്നടി, വാ. അർഷാദ് ബിസ്ക്കറ്റ് വാങ്ങിട്ട് വരും, ഇവിടെ കിടന്നോന്ന് പറഞ്ഞു കേട്ടാ. അതും നോക്കിയ ആള് അത് മനസ്സിലാക്കി അവിടെ കിടക്കുകയാണ്. എത്ര അനുസരണം മനുഷ്യന്മാർക്ക് ഉണ്ടാവോ? ഇത് അർഷാദ് ബിസ്ക്കറ്റ് വാങ്ങിട്ട് ആ പരിപാടികൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ സ്റ്റേജ് ഇവർക്ക്. നല്ല രസമായിരിക്കില്ല വൈകുന്നേരം ഫുള്ള് ഇതേ ലൈറ്റ്, വലിയ ലൈറ്റ് ഒക്കെ ഉണ്ട്. വേമനെ എടീ ഇതാണ് അർഷാനെ കണ്ടപ്പോ ആ ചെക്കനാണെങ്കിൽ എന്നെ പോലെ എവിടെ പോയാലും നായിൻ്റെ അടുത്തും പൂച്ചകളുടെ അടുത്തൊക്കെ സംസാരിച്ചോണ്ട്. ഇത് വാലായിട്ട് വേണ്ട, പൊട്ടിച്ചിട്ട് കൊടുക്കും മോനെ. ഓ വാലായിട്ടൊരു നോക്കാം. ഓ താഴെ ഇട്ട് കൊടുക്കും മോനെ. കഴിച്ചു മോൾ കഴിച്ചു. ആ കഴിച്ചോ, നിനക്ക് തരും, അവൻ തരും. മുഴുവൻ കഴിച്ചോ? അത് മുഴുവൻ ഇട്ട് കൊടുക്കും മോനെ. ഇത് ഹർഷനെ നോക്കണു, സ്നേഹമുണ്ട്. ആ കഴിച്ചോ മോള് കഴിച്ചു. അതെ, വേസ്റ്റ് ഇവിടെ കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഹർഷാദ് പോക്കറ്റിലിട്ട് കവർ. അപ്പൊ നോക്ക, അതെ ബാക്കി ഉണ്ടോന്ന് പറഞ്ഞ് നോക്ക. ഇവിടേക്ക് കാണാൻ അയ്യോ ഞാൻ വീഡിയോ എടുക്കട്ടെ. അല്ലേക്ക് പറയാതെ 250 രൂപ എന്തിനാണ് ഇവിടെ വരെ വരാനത്? അതിന് നമുക്ക് ഗൈഡ് എന്താന്ന് ഗൈഡൻസ് തരാൻ വേണ്ടിട്ടാണ് ഒരാള് ഗൈഡ്. ആള് ഗൈഡൻസ് തരില്ല, ഇന്നെ അവിടെ പോവാണോ പറ്റില്ല. അപ്പൊ അതിന് 250. അതെ, മൊത്തത്തിൽ ഇപ്പൊ ഒരു 1500 രൂപന്റെ മേലെ, 2000 രൂപയോളം ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ഓരോരോ ഇതിൽ കൊടുക്കണം പൈസ. പക്ഷെ നല്ല വൈബാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണിത്. അല്ല, ഇപ്പൊ 6 മണിക്ക് തിരിച്ചു ഇപ്പൊ 5 മണി ആയിട്ടുള്ളൂ. 6 മണിക്ക് തിരിച്ചു പോകണമെന്നാ പറയുന്നത്. അതുവരെയ്ക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി നടക്കാൻ പറഞ്ഞു. അതെന്തിനാന്ന് വെച്ചാൽ പോകുന്ന സമയത്ത് ആനകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്റ്റേജ്, നമുക്കിവിടെ ഒരു പരിപാടി നടത്തിയാലോ, ഒരു ചെറിയ ഗാനമേള. അത് ആനമേളയായിട്ട് പോകണേ. അവിടെ ഡോഗ് ഇപ്പോഴും ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇനി അവൾക്കൊന്നും കൊടുത്തില്ല, അത് വേണ്ട. ആരാ? അല്ല, ആ ചേട്ടൻ ഇങ്ങനെ നടന്നു പോവാ. അതെ, നമ്മുടെ ഗൈഡ് അപ്പുറത്താ. ഹായ്.
ഇക്ക അത് ഇട്ടുകൊണ്ടെന്തോ പിന്നെ ദുൽഖർ സൽമാൻ പോലെ ഉണ്ട് തന്നെ. എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ പോലെ തന്നെ ഉണ്ട്. പിന്നെ അത് കാറിലൊക്കെ ഇരുന്നിട്ട് എൻ്റെ മുഖം എന്നെ നോക്ക്. ഇങ്ങേർക്ക് ഇങ്ങനെ ഒരു ചക്കപ്രാന്തുള്ള മനുഷ്യൻ. അതോ എവിടെ പോയാലും ചക്ക ചക്ക നടുക്കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ട് വിട്ടിട്ട് വരണം. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ചക്ക വയ്ക്കാം. ആ ഇങ്ങനെ ഒരു ചക്കപ്രാന്ത്. ഇത് ഇപ്പോഴും ടൂറിസ്റ്റ് ബസ്സില്ലേ? ആ സഫാരി ബസ്. ഇതേ അവനെ കൊണ്ടുപോകണ്ട. അത് അങ്ങോട്ട് ബസ്സിലൊക്കെ ആകുമ്പോ പോവാ. കാറിൽ പോവാൻ പറ്റില്ല, ഡേഞ്ചറാ കാറിൽ പോയാല്. വെറുതെ ഇതിന് പൈസ കൊടുക്കാൻ. 3 മണിക്ക് കഴിഞ്ഞു. 3 മണിക്ക് ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ്. എന്തായാലും ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ എൻജോയ് ചെയ്തിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഓരോരോ ഓർമ്മകൾ ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ ഈ സൂലൊക്കെ പോയിട്ടാണ് മൃഗങ്ങളെ കാണുന്നത്. അതൊക്കെ പിടിച്ചടച്ചിട്ട് അങ്ങനെ കാണുന്നതിനേക്കാളത് ഇവിടെ അവരുടെ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നവർ അവരുടെ അത് ഇങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര രസം. കണ്ണിനും മനസ്സിനും ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ. ആ നമസ്കാരം. നീ ബിസ്ക്കറ്റ് തന്നതിന് ഒരുപാട് നന്ദിയടാ. നിന്നെ ഞാൻ മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ അവള്. ആ എടി അവിടെ ഇരുന്നോ. ഒരു നായിക്കുഞ്ഞ് കേട്ടോ, നല്ല സ്നേഹമുണ്ടേ. അവിടെ കിടന്നടി, വാ അവിടെ കിടന്നു. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റാണ്. ഇതേ അവിടെ 2-3 കുരങ്ങന്മാരുണ്ട്, കരിങ്കുരങ്ങ് കേട്ടോ. അവരിത് ഇവിടെ കളിച്ചുകൊണ്ടേ ഇരിക്കുക. ദേ ആ മരത്തിൻ്റെ ഇതിൽ മറിഞ്ഞു നിന്നത് ഉള്ളിൽ ഇത്ര നേരെ ചാടി കളിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ വീട്ടിൽ പോകണം. ചില വീട്ടിലേക്കല്ല, താഴേക്ക് നമ്മൾ മുകളിലൊക്കെ പോയി എല്ലാം കണ്ടു, ഡാമൊക്കെ. ഇനിയിപ്പോൾ താഴേക്ക് പോകണം. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഫുള്ള് പോത്തുകളാട്ടോ. അതാട്ടാ കാട്ടുപോത്ത്. അവിടെ മേലെ ആന്റെ സൗണ്ട് വെക്കണ്ടേ, ചിന്ന വിളിക്കുന്നുണ്ട്. പോത്തിന് കഴിച്ചിരുന്നേടാ, ഫുള്ള് കാട്ടുപോത്താണ്. ഇക്ക 1 2 അല്ല 6 അപ്പുറത്തുണ്ട്. സൗണ്ട് ഇടണ്ടാട്ടോ. ഒന്ന് മേട് നോക്ക്. അവിടെ ഒരു ആന നിൽക്കണു. അങ്ങോട്ട് തിരിഞ്ഞിരിക്കണ്. ഇങ്ങോട്ട് നോക്കണ എടാ, എന്റെ സൗന്ദര്യം ഞങ്ങളൊന്ന് കാണട്ടെ. എങ്ങോട്ടൊന്ന് തിരിയൂ. ആളെ ഒറ്റയ്ക്കാണ് അല്ലേ? ബാക്കി ഉണ്ടാവും അവിടെ. അത് മയില മതിപ്പൂവക്ക. അതവിടെ നിന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണേ. ഒറ്റയ്ക്കുള്ളൂ. സൂര്യൻ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. നമ്മൾ വരുമ്പോ മേലായിരുന്നേ. കണ്ടോ, മുഴുവനായിട്ടുണ്ടായിരുന്നതേ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു ചെക്ക് ഡാമാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു ഐലാൻഡ് പോലെ ഒരു സംഭവം ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് വന്ന് താമസിക്കാമെന്നാണ് പറയുന്നത്. 5 ആൾക്ക് 7500 രൂപ, 7 ആൾക്ക് വന്നിട്ട് 10,000 സംതിങ് എത്ര വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് സൂര്യൻ എത്ര പെട്ടെന്ന് താഴ്ന്നു പോയത് അല്ലേ? ഇവിടെ ആ കാട്ടുപോത്ത് ഇതൊക്കെ രാവിലെ നേരത്തെ വരും, എന്നൊരു വൈകുന്നേരത്തെ വരും. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നത്. അവിടെയൊക്കെ മയിലുണ്ട് കണ്ടോ.
ഇത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, മുളയിൽ ഇങ്ങനെ ഒരു വഞ്ചി പോലെ ആക്കിയിട്ട് മീൻ പിടിക്കുന്നതാണ് അവിടെ. നോക്ക് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ എറിയുമ്പോ ഇങ്ങനെ പോ ആ വെള്ളത്തിൽ ക്ലിക്കുന്നൊരു സൗണ്ട് ഏടാ. നോക്ക് അവിടെ ബെഞ്ച് ഇതൊക്കെ ആയിട്ട് അടിപൊളിയുണ്ട് അല്ലേ. അവിടെ തന്നെ അതന്നെ ഐലൻഡ്. അതിനുള്ളിൽ സ്റ്റേ 7,900. അടുത്ത പ്രാവശ്യം ഇൻഷാല്ല പോ. ഹായ്, നോക്ക് നോക്ക്, ഹലോ.